Good morning, students. അടുത്ത രണ്ട് പ്രോബ്ലം ഇന്റഗ്രേഷൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ പ്രോബ്ലം എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. രണ്ടാമത്തെ പ്രോബ്ലം ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഡി എക്സ്. നമുക്ക് 1 ബൈ 1 ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം? ഇവിടെ നമ്മൾ ചെയ്യാൻ പോണത്, ഇവിടെ ന്യൂമറേറ്ററിൽ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1. ഞാൻ എന്താണ് ചെയ്തത്? ഈ ന്യൂമറേറ്ററിലെ എക്സ് സ്ക്വയറിൽ നിന്ന് ഒന്ന് കുറച്ചു, ഒന്ന് കൂട്ടി. എന്നിട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എടുക്കാം. ഓക്കെ, ഇന്റഗ്രൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഇതിങ്ങനെ തിരിച്ചു വെച്ചു. ഇന്റഗ്രൽ 1 ബൈ എക്സ് പ്ലസ് 1. ഇത് നോക്കി, അടുത്ത സ്റ്റെപ്പില് ഇന്റഗ്രൽ ഓഫ് ഇവിടെ ഡി എക്സ് ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 1 എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1. ഈ എക്സ് പ്ലസ് 1ഉം എക്സ് പ്ലസ് 1ഉം കട്ടാക്കി കളഞ്ഞു. എക്സ് മൈനസ് 1ഉം എക്സ് പ്ലസ് 1ഉം കട്ടാക്കി കളഞ്ഞു. ബാക്കി ഇവിടെ എന്തുണ്ട്? എക്സ് മൈനസ് 1 ഉണ്ട്. ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1 ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1. ഇനി ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1 ഡി എക്സ് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ 1 ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 dx. ഇത് മൂന്ന് നമ്മൾ തിരിച്ച് എഴുതി വെച്ചു. ഇനി ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്താണ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് എന്താണ്? എക്സ് ആണ്. ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 എന്താണ്? ലോഗ് മോഡ് എക്സ് പ്ലസ് 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ എക്സ് പ്ലസ് 1. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സിന്റെ ഡിഗ്രി 2 ആണ്, ഡിനോമിനേറ്ററിൽ 1 ആണ്. ന്യൂമറേറ്ററിലാണ് കൂടി നിൽക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ന്യൂമറേറ്ററിൽ ഒരു മൈനസ് 1 എഴുതി, പ്ലസ് 1 എഴുതി. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് 1. ആ എക്സ് സ്ക്വയർ മൈനസ് 1നെ ഒരുമിച്ചെടുത്തു. എക്സ് സ്ക്വയർ മൈനസ് 1നെ ഒരുമിച്ചെടുത്തു. ആൻഡ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1 എഴുതി, 1 ബൈ എക്സ് പ്ലസ് 1 എഴുതി. അതിനുശേഷം എന്ത് ചെയ്തു? എക്സ് സ്ക്വയർ മൈനസ് 1നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എഴുതി. അപ്പൊ ആ എക്സ് പ്ലസ് 1 കട്ടായി പോയി. അതിനുശേഷം എന്ത് ചെയ്തു? ഇന്റഗ്രൽ ഓഫ് എക്സ് മൈനസ് 1 ഡി എക്സ് പ്ലസ് 1 ബൈ ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇനി അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ്, ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് പ്ലസ് 1 ഡി എക്സ്. ഇത് ഓരോന്ന് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 കിട്ടും. രണ്ടാമത്തെ നമുക്ക് എക്സ് കിട്ടും. മൂന്നാമത്തെ ലോഗ് മോഡുലസ് ഓഫ് എക്സ് പ്ലസ് 1 പ്ലസ് നമുക്ക് ആൻസർ കിട്ടും. അതാണ് ആദ്യത്തെ പ്രോബ്ലം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. രണ്ടാമത്തെ പ്രോബ്ലം ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് എന്നാണ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് കേട്ടോ. ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് ഈ 1ന് പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ്? 1 ആണ്. അപ്പൊ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്തായിരിക്കും? അത് 1 ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ഈ 1ന് പകരം ഞാൻ എന്ത് എഴുതി? സൈൻ സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഈ സൈൻ എക്സ്, സൈൻ 2x ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണത്? 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ നമുക്ക് സൈൻ എക്സ് എന്നാണ്. അപ്പൊ എന്താ എഴുതാം? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. ഇവിടെ നമ്മൾ എന്ത് എഴുതി? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. That is integral of plus sin square x by 2 plus cos square x by 2 plus 2 sin x by 2 cos x by 2. ഇത് ഏതിന്റെ ഫോർമുലയാണ്? a plus b the whole square is equal to a square plus b square plus 2ab. ഈ ഒരു ഫോർമുലയാണ്. ആ ഫോർമുല അനുസരിച്ച് എയുടെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്? sin x by 2. ബിയുടെ സ്ഥാനത്ത് എന്താണ്? cos x by 2. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? root of sin x by 2 plus cos x by 2
ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് ഉള്ളതുകൊണ്ട് പുറത്ത് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിന് ഓരോന്നിനും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ബൈ 2 dx പ്ലസ് ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ബൈ 2 dx. ഓരോന്നിനും സൈൻ എക്സ് ബൈ 2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? നമുക്ക് മൈനസ് കോസ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1/2 പ്ലസ് കോസ് എക്സ് ബൈ 2 ഇന്റഗ്രൽ എന്താണ്? സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1/2 പ്ലസ്. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി? മൈനസ് കോസ് എക്സ് ബൈ 2 ബൈ 1/2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ബൈ 1/2 പ്ലസ്. അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് ഈ രണ്ട് പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചോട്ടോ. ശരി.